വർഗീസേ ആരാ നിങ്ങള്? എന്തിനാ എന്നെ ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിനക്കറിയില്ല അല്ലടാ വർഗീസേ, നിനക്കൊന്നും ഓർമ്മയില്ല അല്ലടാ പെറുക്കി നായേ. ഓർക്കണം, ആദ്യം മുതൽ വള്ളി പുള്ളി വിടാതെ നീ ഓർമ്മിക്കണം. അതിനാണ് നീ എന്നെ ഹരിശ്രീ പഠിപ്പിച്ച അതേ ആയുധം തന്നെ നിനക്കായിട്ട് ഞാൻ പുതുക്കി പണിതുകൊണ്ടുവന്നത്. അതേടാ, ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതി ഈ നാട്ടിൽ നിന്ന് നീ ഓടിച്ചു വിട്ട ആ പഴയ 13കാരൻ. പേശികളിൽ ചോരയും യൗവനവും നിറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനിതുവരെ. രക്ഷപ്പെടാൻ ശ്രമിക്കരുത് നീ, തീർത്തേ ഞാൻ മടങ്ങൂ. വാ തുറക്കരുത്, നിന്റെ തലച്ചോറ് ചിതറുന്നത് എനിക്ക് കാണണം. മോനെ ദേവാ. മോനോ? ആയേ, ഇനി എന്റെ കളി, എന്റെ ഊഴം. എന്നോടും കുടുംബത്തോടും ഒരിക്കലും ചെയ്യരുതാത്ത പാവങ്ങളാ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനെനിക്ക് മാപ്പില്ലെന്നും അറിയാം. എന്നാലും വർഷങ്ങളായി ഞാൻ മനമൊരുകി മാപ്പിരുന്നുകൊണ്ടിരിക്കുക. ഈശ്വരനോട് ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പാവങ്ങൾ കാരണമാവാം നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ല. വീട് പോയി, സമ്പത്ത് പോയി, താ കണ്ടോ ആരോഗ്യവും തകർന്നു. ഓട്ട് കമ്പനിയിൽ മണ്ണ് ചുവന്ന ഇപ്പൊ ജീവിതം. സത്യത്തിൽ ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ ഈ ശരീരത്തിൽ. ശരിക്കും ശവായത്. ഈ ശവത്തോട് പകരം ചോദിക്കണമെന്നുണ്ടോ? ആയിക്കോ, എതിർക്കില്ല ഞാൻ. എതിർക്കാനുള്ള പ്രാണനില്ല എനിക്ക്, ത്രാണിയില്ല എനിക്ക്. പോകാൻ എന്താ വർഗീസ ഈ രാത്രിയില്? സാറേ ഞാൻ എന്തു പറ്റിയിടോ? താമല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. അത് എൻ്റെ കണക്ക് തീർത്തയക്കോ? കണക്ക് തീർത്തയക്കേ? എങ്ങോട്ട്? എനിക്ക് പോണം. വേറൊരു ജോലി കിട്ടി, അതാ. തനിക്ക് വേറെ ജോലി കിട്ടിയാ പോവുക, പിന്നെ എന്ത് പണി ചെയ്തോ, അതൊക്കെ തന്റെ ഇഷ്ടം. അതിന് പാതിരക്ക് വന്ന് വണ്ടാറടങ്ങാന്ന് പറഞ്ഞാൽ ഒന്ന് മാറൂ. കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടാ സാർ. എന്താ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ നേരില്ലാത്ത നേരത്ത് പറ്റില്ല. താൻ പോയിട്ട് നാളെ വാ. നാളെ ഞായറാഴ്ച സാർ. എന്നാ തിങ്കളാഴ്ച വാ. അയ്യോ അങ്ങനെ പറയരുത്. ചേട്ടോ, ഇവിടെ തന്നെ ആവശ്യത്തിലധികം ജോലി ഉണ്ട്. തന്നോടല്ലേ പറഞ്ഞൊന്ന് പോവാൻ? അയ്യോ ഇത് പിടിച്ച സമയത്താ.
നോക്കടവിടെ. നിനക്കെന്നെ മനസ്സിലായ? ഞാൻ വാറ്റുകാരൻ തോമസിന്റെ മകൻ ജോസഫ്. അതേടാ നിന്റെ പഴയ കൂട്ടുകാരൻ തന്നെയാണ്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഇക്കെന്താ വേണ്ടെന്നായോ? ഡാ, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ നിന്റെ പെങ്ങൾക്കും അച്ഛനൊക്കെ ഉണ്ടായ ദുരന്തത്തിന് കാരണം ഒരു അജ്ഞാതനാണെന്ന് ആ നാറി പഞ്ഞിക്കാരവിടെ ഒരു കഥ ഉണ്ടാക്കി. ആ അജ്ഞാതനെ പേടിച്ചിട്ടാണ് നീ നാട്ടിൽ നിന്ന് തന്നെ പോയി ആ തെണ്ടി ഇവിടെ പറഞ്ഞു വരുത്തി. അവന്റെ കോപ്പിലെ കഥയിലെ അജ്ഞാതനെ അവൻ തന്നെ നീ നാട്ടിൽ അന്ന് തന്നെ പലർക്കും സംശയമുണ്ട്. നോക്കടവിടെ. അപ്പോഴൊക്കെ ഒരു ദിവസം നീ ഇവിടെ തിരിച്ചു വരുന്നു, ആ പഞ്ഞിക്കാരനെ പിടിച്ച് ഇടിച്ച് പഞ്ഞിക്കിടുന്നു. ഈ ജോസഫ് കണക്കൂട്ടി. എവിടെ നിനക്ക് നിന്റെ അപ്പനോട് സ്നേഹലടാ. ഇവിടെ നോക്കിയേ, എന്റെ അപ്പനെ പണ്ട് ഇയാളൊന്നും തല്ലി ഒന്ന് തോണ്ടിയല്ലോ. പക്ഷെ ഞാനവനെ കുടിപ്പിച്ച് കുത്തുവാളൊരുപ്പിച്ചു. പക്ഷെ നീ ആണല്ലടാ, കയ്യിലിങ്ങനെ ഒത്തു കിട്ടിയിട്ടും വിട്ടു കളഞ്ഞില്ലേ? എന്തൊട്ട് എനിക്ക് ബോട്ടോടെ കൊണ്ടുവന്ന് കെട്ടിരിക്കണേ? അല്ലെങ്കിൽ ഒരു പണി, ഈ സാധനമൊക്കെ എനിക്ക് രണ്ടര വീശ മരുന്നവർക്ക് ഇരിക്കൊരു സൗകര്യമായില്ലോ. പോടാ എന്തുട്ട്. പിന്നെ പോടൊക്കെ അവിടുന്ന് വെറുതെ ആളെ പേടിപ്പിക്ക ഒരാവശ്യമില്ലാണ്ട്. ഇതൊക്കെ ഓഡിറ്റിംഗ് വരുമ്പോഴാണ് കുഴപ്പമുള്ള. തനിക്കൊക്കെ എഴുതി വെച്ചാൽ മതി. ബാക്കിയുള്ളതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം സാറേ. ആ താനോ ആ പോയി കറക്റ്റ് ചെയ്തോളൂ. ഓക്കെ. എന്റെ കണക്ക് തീർത്ത് തന്നിരുന്നെങ്കിൽ. അതൊന്നും ഇനി എന്നെ കൊണ്ട് നടക്കൂല വർഗീസേ. അയ്യോ അങ്ങനെ ഒന്നും പറയരുത് സാറേ. അത്ര വലിയ തുകയൊന്നും ഇല്ലല്ലോ സാറേ. എടോ, തുകയുടെ വലിപ്പച്ചെറുപ്പത്തിലല്ല കാര്യം. കമ്പനി വിൽക്കാനുണ്ടെന്ന പരസ്യത്തിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ഗോകർണത്തോ ഉള്ള ഒരു പെണ്ണ് കയറി കൊത്തി. അവർ ഇന്നോ നാളെ എത്തും, ചാർജ് എടുക്കും. ഞാൻ സകലമാന അക്കൗണ്ട്സും ക്ലിയർ ആക്കാനുള്ള ഓട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ എങ്ങനെ തൻ്റെ കാര്യം? താനൊരു കാര്യം ചെയ്യും, അവർ വന്നിട്ട് അവരോടുള്ളത് മേടിച്ച് താനങ്ങ് വരുന്നോ? അല്ല സാറ് വിചാരിച്ചാൽ. സാറ് വിചാരിക്കില്ല. ആസനത്തിൽ ഔട്ട് കൊട്ടാനിരിക്കുമ്പോഴാണ് ഇയാൾ വന്ന് വീഡിയോ എത്തിക്കുന്നത്. അല്ല പറഞ്ഞാൽ മനസ്സിലാവണം. പഞ്ഞിക്കാരനുമായിട്ട് വഴക്കുണ്ടായെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടു. പിന്നെ അയാളെ വെറുതെ വിട്ടുന്നു. നേരാണോ? നന്നായി ദേവേട്ട. പൊറുക്കാനാവുന്നത് സാധാരണ ആൾക്കാർക്ക് കഴിയാത്ത കാര്യ. ഇനി ദേവേട്ടനെ കുറിച്ച് ആലോചിക്കണം. സ്വന്തമായി ഒരു വീട്, കുടുംബം. എന്താ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പാവുണ്ടോ നിനക്ക്? ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. അനുവദിച്ചാ ചിലപ്പോ ഞാൻ എന്നെ തന്നെ ദേവേട്ടന് വേണ്ടി ആലോചിച്ചെന്നിരിക്കും. എന്റെ വക ഒരു എടുത്തുചേട്ടാണെന്ന് തോന്നുന്നുണ്ടാവൂല്ലേ? പക്ഷെ സത്യം അതൊന്നും അല്ല കേട്ടോ. ദേവേട്ടനെ വീണ്ടും കണ്ടപ്പോൾ മുതൽ ഞാനെന്തോ ആ പഴയ പെൺകുട്ടിയാവുക. പണ്ട് ഈ നിഴലിന്റെ പിന്നാലെ മാത്രം നടക്കുന്നതിന് ഗംഗേച്ചി ചീത്ത പറഞ്ഞിരുന്ന ആ പെൺകുട്ടി. ദേവേട്ടൻ അങ്ങനെ റൊമാൻറ്റിക് അല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരു അപേക്ഷ, ആ പഴയ പെൺകുട്ടി ഈ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ പറയാൻ വൈകണ്ട അച്ഛനോട്. അല്ല, അച്ഛൻ എനിക്കൊരു ഉഗ്രം കല്യാണാലോചന ഉറപ്പിച്ച മട്ടാണേ. ഞാനിത് തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും സംഗതി സീരിയസാ, വളരെ സീരിയസാ. നമസ്കാരം. വരണം. യെസ് മാഡം. ഇവിടെയാണ് സോർട്ടിങ്. ആ സെക്കൻഡ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചോളൂ. ജോലി നടക്കട്ടെ. പരിചയപ്പെടലൊക്കെ സൗകര്യം പോലെയാവാം. ആ നോക്കിയെടുത്തോളൂ. അക്കൗണ്ട്സ് വെച്ച് പറയാ. പ്രൊഡക്ഷൻ കൂട്ടിയേ പറ്റൂ. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും വേണം. യെസ് മാഡം. അതൊന്ന് എന്താ മാഡം 5-6 വർഷമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാ. പിരിഞ്ഞു പോണെന്ന് കണക്ക് തീർത്തിട്ടില്ല. ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ സൗകര്യം പോലെ നോക്കാം. ദേവാ, മനസ്സിലായോ? മാധവേട്ടൻ. ഗോപാലേട്ടൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. പേടിക്കണ്ട,
ഞാൻ ആരോടും പറയില്ല. ഇരിക്കൂ. അന്ന് നടന്നതിനെക്കുറിച്ച് പഞ്ഞിക്കാരൻ പറഞ്ഞ അറിവും അതിലേറെ സംശയങ്ങളുമേ ഞങ്ങൾക്കുള്ളൂ. സത്യത്തിൽ എന്താണെന്നുണ്ടായത്? നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം മാധവേട്ട. ഞാൻ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. നീ ഇനി ഇവിടെ ഉണ്ടാവോ സ്ഥിരമായി? ഉണ്ടാവുമെങ്കിൽ അനിതയുടെ കാര്യം ആലോചിക്കാവുന്നതാ. ഇനിയിപ്പോ എന്താണെങ്കിലും മകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എതിര് നിൽക്കില്ലെന്നാ ഗോപാലേട്ടൻ പറയണേ. നിനക്കറിയോന്നറിയില്ല, പണ്ട് നിന്റെ ഗംഗേച്ചയ്ക്കും നിന്നെക്കുറിച്ചും അനിതയെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഗംഗേച്ചിക്ക് വേറെയും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മാധവേട്ട. അത് പോട്ടെ, പിന്നെ എൻ്റെ കാര്യം അതാരും ആലോചിക്കണ്ട. ഞാൻ എപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗംഗേ വാ. നിന്റെ ചേച്ചിയുടെ പേരാ നോക്കിട്ടത്. നന്ദി മാധവേട്ട. മാധവേട്ടൻ്റെ മനസ്സിലെങ്കിലും എൻ്റെ ചേച്ചി മരിച്ചില്ലല്ലോ.